ഒരിടത്ത് വൃന്ദാവനം എന്ന മനോഹരമായ ഗ്രാമം. പച്ചപിടിച്ച വനങ്ങളും യമുനാ നദിയുടെ തീരവും പശുക്കളുടെ മണിയൊച്ചയും കൃഷ്ണൻ്റെ കുയലിൻ്റെ സംഗീതവും ചേർന്ന് ആ ഗ്രാമം എന്നും സന്തോഷം നിറഞ്ഞതായിരുന്നു. ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ മകനായി ജനിച്ച കൃഷ്ണനെ കംസനിൽ നിന്ന് രക്ഷിക്കാനായി നന്ദഗോപന്റെയും യശോദയുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് കൃഷ്ണൻ വളർന്നത്. ബാല്യത്തിൽ അദ്ദേഹം വെണ്ണ മോഷ്ടിക്കുകയും കൂട്ടുകാരോടൊപ്പം കളിക്കുകയും എല്ലാവരെയും ചിരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. വിഷം കൊടുക്കുവാൻ വന്ന പൂതനയെയും ശകടാസുരനെയും കാളിയൻ സർപ്പത്തെയും തോൽപ്പിച്ച് ഗ്രാമത്തെ രക്ഷിച്ചു. അക്കാലത്താണ് രാധയുടെ ജീവിതത്തിലേക്ക് കൃഷ്ണൻ എത്തിയത്. കൃഷ്ണൻ കുയൽ വായിക്കുമ്പോൾ ആ സംഗീതം കേട്ട് രാധയുടെ ഹൃദയം ഭക്തിയാലും സ്നേഹത്താലും നിറയും. ഇരുവരും യമുനാ തീരത്ത് നടക്കുകയും പശുക്കളെ മേയ്ക്കുകയും ഗോപികമാരോടൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയും ചെയ്തു. ഒരു ദിവസം ഇന്ദ്രൻ കോപിച്ച് വൃന്ദാവനത്തിൽ കനത്ത മഴ പെയ്യിച്ചു. ഗ്രാമവാസികളെ രക്ഷിക്കാൻ കൃഷ്ണൻ തൻ്റെ ചെറുവിരലിൽ ഗോവർദ്ധനപർവ്വതം ഉയർത്തിപ്പിടിച്ചു. എല്ലാവരും അതിൻ്റെ കീഴിൽ സുരക്ഷിതരായി. അപ്പോൾ കൃഷ്ണൻ ഒരു സാധാരണ ബാലനല്ലെന്നും ദൈവമാണെന്നും എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് കംസന്റെ അധർമ്മം അവസാനിപ്പിക്കാനായി കൃഷ്ണന് മഥുരയിലേക്ക് പോകേണ്ടി വന്നു. യാത്ര പറയുന്ന ദിവസം വൃന്ദാവനം മുഴുവൻ ദുഃഖത്തിലായി. രാധയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. പക്ഷേ അവൾ കൃഷ്ണനെ തടഞ്ഞില്ല. കാരണം ധർമ്മം സ്ഥാപിക്കാനുള്ള ദൗത്യം കൃഷ്ണനുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നു. കൃഷ്ണൻ മഥുരയിൽ ചെന്നു കംസനെ വധിച്ചു. പിന്നീട് ദ്വാരകയിൽ രാജാവായി. എന്നിരുന്നാലും വൃന്ദാവനത്തെയും രാധയെയും അദ്ദേഹം ഒരിക്കലും മറന്നില്ല. രാധയും ജീവിതകാലം മുഴുവൻ കൃഷ്ണനോടുള്ള ഭക്തിയിൽ ജീവിച്ചു. അവരുടെ ബന്ധം വിവാഹത്തിലല്ല, ആത്മീയ സ്നേഹത്തിലും സമർപ്പണത്തിലുമാണ് ലോകം ഓർക്കുന്നത്. കാലം കഴിഞ്ഞിട്ടും ആളുകൾ രാധയെ കൃഷ്ണ എന്ന് ഒരുമിച്ച് വിളിക്കുന്നു. കാരണം രാധ ഭക്തിയുടെ പ്രതീകവും കൃഷ്ണൻ ദൈവിക സ്നേഹത്തിൻ്റെ പ്രതീകവുമാണ്.